കൽപ്പക വൃക്ഷത്തിന്റെ തണലിൽ വൈനതയന്റെ ഉന്നതമായ ഖണ്ഡത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനും പുഷ്പബാണം, കരിമ്പ്, വില്ല്, പാശം, തോട്ടി, ശംഖ്, ചക്രം, ഗദ എന്നീ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നവനും, ആയുധങ്ങൾ എത്ര കൈകൊണ്ടാണ് ധരിച്ചിരിക്കുന്നത്? 8 കൈകൊണ്ട് ധരിച്ചിരിക്കുന്നവനുമായിട്ടുള്ള, അത് മാത്രമാണോ ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്നത്? അല്ല, പിന്നെയോ ഭഗവതി ഭഗവാനെ ആലിംഗനം ചെയ്യപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് ഇവിടെ ധ്യാനം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് മാത്രമാണോ? അല്ല. പിന്നെയോ അനേക ആഭരണങ്ങൾ, രത്നാഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുള്ളവനും, ചുവന്ന കുറി അണിഞ്ഞിട്ടുള്ളവനും, ചുവന്ന പുഷ്പങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളവനും, മഞ്ഞ പട്ടുടയാട ഉടുത്തിട്ടുള്ളവനുമായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന മന്ത്രത്തിൽ ഉള്ളത്. ഏതാ മന്ത്രം എന്നറിയോ? ഗരുഡാരൂഢ ശ്രീകൃഷ്ണാകർഷണ മന്ത്രം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന മന്ത്രം എന്ന് പറയുന്നത് ഗരുഡാരൂഢ ശ്രീകൃഷ്ണാകർഷണ മന്ത്രം. നമ്മളെല്ലാ വീഡിയോയിലും പരിചയപ്പെടും പോലെ തന്നെയാണ് ഏതൊരു മന്ത്രം അഭ്യസിക്കുന്നതിന് മുമ്പ് വളരെ സാത്വികമായിട്ടുള്ളൊരു മന്ത്രമാണിത്. ഈ ഒരു മന്ത്രത്തിൻ്റെ ഗുണങ്ങൾ വളരെയേറെ വലുതാണ്. അതിനു മുമ്പ് മന്ത്രങ്ങളെല്ലാം അഭ്യസിക്കുന്നതിന് മുമ്പേ ഗുരുമുഖത്ത് നിന്ന് തന്നെ വേണം മന്ത്രങ്ങളെ ഉപദേശമായി സ്വീകരിക്കേണ്ടത്. എങ്കിലാണ് വളരെയേറെ ഗുണം ജപിക്കുന്ന സാധകന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു മന്ത്രത്തിൻ്റെ ഋഷി എന്ന് പറയുന്നത് സമ്മോഹന ഋഷിയാണ്. അപ്പോൾ മൃഗമുദ്ര പിടിച്ചിട്ട് സമ്മോഹന ഋഷി. ഛന്ദസ് എന്ന് പറയുന്നത് ഗായത്രി ഛന്ദസ്സാണ്. അപ്പോൾ ഗായത്രി ഛന്ദ. ദേവത എന്ന് പറയുന്നത് ത്രൈലോക്യ മോഹനോ ദേവത. അപ്പോൾ ദേവതയുടെ സ്ഥാനം എവിടെയാണ്? ത്രൈലോക്യ മോഹനോ ദേവത. ഇങ്ങനെയാണ് ഋഷി ഛന്ദസ് എടുക്കുക. അപ്പോൾ മന്ത്രം അഭ്യസിക്കുന്നതിന് മുമ്പ്, മന്ത്രസാധന ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഋഷി ഛന്ദസ് ചൊല്ലുക. അത് കഴിഞ്ഞ ശേഷം ധ്യാനം ചൊല്ലുക. പ്രഭാത സമയത്താണ് മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ ഏറ്റവും വളരെയേറെ അഭികാമ്യം. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് പൂജാമുറിയിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നിട്ട് കിഴക്കും പടിഞ്ഞാറും തിരിയൊക്കെ ഇട്ട്, അല്ലെങ്കിൽ 5 തിരിയിടുക, അല്ലെങ്കിൽ 7 തിരിയിടുക. നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം അതിൻ്റെ മുന്നിലിരുന്ന് നിലം തൊടാതെ ഇരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ധ്യാനപ്രകാരമുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രത്തെ ഉരുവിടാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ധ്യാനം എന്താണെന്ന് മനസ്സിലാക്കാം. ധ്യാനത്തിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ധ്യാനത്തെ നമുക്ക് മനസ്സിലാക്കാം. ധ്യാനം ഇതാണ്. കൽപ്പാനോഹകമൂലേ സംസ്ഥിതവയോ രാജോന്നതാ സസ്ഥിതം പൗഷ്പം ബാണമതേക്ഷു ചാപകമലേ പാശാങ്കുശേ ബിഭ്രതം ചക്രം ശംഖഗദേ കരൈരുദ്ധതിജാ സംക്ലിഷ്ടദേഹം ഹരിം നാനാഭൂഷണ രക്തലേപകുസുമം പീതാംബരം സംസ്മരേത്. ഇതാണ് ധ്യാനം. ഈ ധ്യാനത്തിൽ പറയുന്ന ഭഗവാനെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നോക്കൂ, ഈ ധ്യാനത്തിൽ ആ ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് അത്ര മനോഹരല്ലേ? ഇങ്ങനെയാണ് ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക. ഇപ്പോൾ ഇങ്ങനെ ധ്യാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ ത്രാണനം ചെയ്ത് നമുക്ക് ഉയർത്താൻ സാധിക്കണം. മറ്റൊരു ചിന്ത ആ സമയത്ത് വരാൻ പാടില്ല. അല്ലേ? നമ്മൾ ചിലപ്പോഴൊക്കെ ജപിക്കുന്ന സമയത്തൊക്കെയാണ് നമുക്ക് പല പല പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക. നമ്മുടെ മനസ്സിൽ എന്താണ് ആ ജപിക്കുന്ന സമയത്ത് കയറി വരിക, അതാണ് നമ്മുടെ പ്രശ്നം. ആ പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിതം മുന്നോട്ട് സുന്ദരമായിട്ട് പോകാൻ നമുക്ക് സാധിക്കും. അല്ലേ? ഇനി നമുക്ക് മന്ത്രത്തെ പരിചയപ്പെടാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മന്ത്രമാണ്. ഓം ക്ലീം ഋഷികേശായ നമഃ. മന്ത്രം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഈ ഒരു മന്ത്രമാണ് എന്താണ്? ഓം ക്ലീം ഋഷികേശായ നമഃ. ബീജാക്ഷരമാണ് ക്ലീം. വശ്യത ഏറ്റവും കൂടുതലൊരു മന്ത്രമാണ് ഈ മന്ത്രം. ഈ മന്ത്രം ജപിച്ചതിന് ശേഷം വീണ്ടും ധ്യാനം ചൊല്ലുക, പിന്നെ ഋഷി ഛന്ദസ് മുടിക്കുക. ഇനി നമുക്ക് ഈ മന്ത്രത്തിൻ്റെ സിദ്ധി, ഈ മന്ത്രം ജപിച്ചാൽ മാത്രം പോരല്ലോ, ഈ മന്ത്രത്തിൻ്റെ ആയിട്ടുള്ള സിദ്ധി നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ ഇത് 12 ലക്ഷമാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. 12 ലക്ഷം ജപിച്ച് ഒരു ദിവസം കൊണ്ടല്ല കേട്ടോ,
ചിലപ്പോൾ 3 മാസമോ ചിലപ്പോൾ വർഷങ്ങളാവും, എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട്. പക്ഷെ മന്ത്രം ജപിക്കുമ്പോൾ കുറയ്ക്കാൻ പാടില്ല, ഒരേ കണക്കിന് തന്നെ ജപിക്കണം. ഇപ്പോൾ 108 ജപിക്കുന്നതെങ്കിൽ 108 തന്നെ ജപിച്ചുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ മന്ത്രത്തിൻ്റെ ജപ ലഹരി ചിലപ്പോൾ മുന്നോട്ട് പോയെന്നിരിക്കും, ചിലപ്പോൾ 109 110 ഒക്കെ ആയെന്നിരിക്കും. എങ്കിലും പുറകിലോട്ട് വന്ന് കുറയ്ക്കരുത്. 108 ജപിക്കുന്ന ഒരാൾ 107 ജപിച്ച് നിർത്തരുതെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ദിവസം കൊണ്ടല്ല ഈ മന്ത്രം ജപിച്ച് സിദ്ധിയെടുത്തേണ്ടത്. 12 ലക്ഷം ജപിക്കുക, ദിവസങ്ങളെടുത്ത് ജപിക്കുക. നല്ല ശുദ്ധിയോടുകൂടി ആചരണത്തോടുകൂടി മത്സ്യമാംസങ്ങളൊക്കെ ഉപേക്ഷിച്ചു കൊണ്ടുവേണം ഈ ഒരു മന്ത്രത്തെ ജപിക്കാൻ. അതീവ ശക്തിയേറിയ ഒരു വശ്യമന്ത്രമാണ് ഇത്. ഈ 12 ലക്ഷം ജപിച്ചാൽ മാത്രം മതിയോ? പോരാ. പിന്നെയോ 12,000 കൊണ്ട് പ്ലാഷിൻ്റെ പൂവെടുത്തിട്ട് അത് ത്രിമധുരത്തിൽ മുക്കി വേണം ഹോമിക്കാൻ. ഇങ്ങനെ ഹോമിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രത്തിന് സിദ്ധി വരും. മന്ത്രത്തിന് സിദ്ധി വന്നു കഴിഞ്ഞാൽ ആ സാധകന് ഈ മന്ത്രത്തിൻ്റേതായിട്ടുള്ള പ്രയോഗങ്ങൾ ചെയ്യാൻ സാധിക്കും. ചെറിയ ചില പ്രയോഗങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന, ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ വളരെയേറെ പ്രയോജനപ്പെടുന്ന, കുടുംബ കലഹങ്ങൾ നടക്കുന്ന അവർക്കൊക്കെ ഈ ഒരു മന്ത്രപ്രയോഗം വളരെയേറെ നല്ലതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മന്ത്രം ഞാൻ പറഞ്ഞ പ്രകാരം മന്ത്രത്തെ ജപിച്ച് ക്ലിയറാക്കി ശുദ്ധി വരുത്തിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാം. ഈ ഹോമങ്ങളൊക്കെ സാധാരണ ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്, സാധാരണ വ്യക്തികൾക്കൊക്കെ ഈ ഒരു ഹോമമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഒരിക്കലും ഇല്ല. അവർക്ക് അനുഷ്ഠാനത്തോടുകൂടി, ഗുരുക്കന്മാരിൽ നിന്ന് അനുഷ്ഠാനത്തോടുകൂടി സന്ധ്യാവന്ദനം പോലെയുള്ള ക്രിയകളൊക്കെ പഠിച്ച് വർഷങ്ങളെടുത്ത് വേണം ഇതൊക്കെ പഠിച്ച് മുന്നോട്ട് വരുന്നത്. ഞാൻ പൊതുവേ പറയുമ്പോൾ മന്ത്രത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കറിയാവുന്നുള്ളത് കേട്ടോ. ചിലപ്പോൾ ഇതിലൊക്കെ പാകപ്പിഴകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സദയം ക്ഷമിക്കുക, എന്നോട് ക്ഷമിക്കുക. എനിക്കറിയാവുന്നുള്ള അറിവുകളാണ് പങ്കിടുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രം നമ്മൾ സിദ്ധി വരുത്തി കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഐക്യമില്ലായ്മ, സ്വരച്ചേർച്ചയില്ലായ്മ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം കൊണ്ട്, ഇപ്പോൾ മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തി ആളെടുത്ത് പോയിട്ടും ഇത് ചെയ്യാൻ കേട്ടോ. 10,000 ഈ ഒരു മന്ത്രം കൊണ്ട് ശുദ്ധമായ പശുവിൻ നെയ്യ് ഹോമിക്കണം. 10,000 പ്രാവശ്യമാണ് ഹോമിക്കേണ്ടത്. ഹോമിച്ചാൽ മാത്രം മതിയോ? അല്ല. ഹോമിച്ചതിന് ശേഷം ആ ഹോമത്തിൽ നിന്ന് കിട്ടുന്ന സമ്പാദമെടുത്ത് അതിനെ വീണ്ടും 10,000 തൊട്ട് ജപിക്കണം. മോതിരവിരൽ കൊണ്ട് തൊട്ട് ജപിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇണദർഭ എടുത്തിട്ട് ആ ഇണദർഭ ആ നെയ്യിൽ വെച്ചുകൊണ്ട് തൊട്ടുകൊണ്ട് ജപിക്കാവുന്നതാണ്. എന്നിട്ട് ജപിച്ചതിന് ശേഷം ജപിക്കേണ്ട രീതിയൊക്കെ ഉണ്ട് കേട്ടോ. ജപിക്കുമ്പോൾ ആര് തമ്മിലാണോ ചേർച്ച ഉണ്ടാവേണ്ടത് ആ ചേർച്ച ഉണ്ടാകുന്ന അവരുടെ പേരും നക്ഷത്രവും ജനന ആ സമയമൊക്കെ കൃത്യമായി അതിൻ്റെ ഇടയിൽ ചേർക്കണം. അത് ചേർക്കേണ്ട രീതിയൊക്കെ ഉണ്ട്. അത് ആചാര്യ ശ്രേഷ്ഠന്മാർക്കാണ് കൂടുതൽ അറിയുക. കാരണം അത്തരം ആചാര വിധിയോടുകൂടി അനുഷ്ഠാനത്തോടു കൂടി ജീവിക്കുന്നവർക്ക് ഇത്തരം പ്രവൃത്തികളൊക്കെ അറിയാൻ സാധിക്കും. ഇത്തരം കർമ്മങ്ങളെക്കുറിച്ച് അറിയാം. ആ അറിയാവുന്നുള്ള വ്യക്തികളെ കൊണ്ടുമാണ് ഇതൊക്കെ ചെയ്യിക്കാൻ കേട്ടോ. പെട്ടെന്ന് ഇത് മന്ത്രം കേട്ട ഉടനെ ചെന്നിരുന്ന് വീട്ടിൽ രാഹുൽ എഴുന്നേറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. ജപിക്കാം, ജപിക്കുന്നതിന് ഒരു തെറ്റുമില്ല കേട്ടോ. അപ്പോൾ ഈ പ്രയോഗം ചെയ്യണമെങ്കിൽ അറിയാവുന്നുള്ള വ്യക്തികൾ കൊണ്ട് വേണം ചെയ്യിപ്പിക്കാൻ. അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞിട്ട് അദ്ദേഹത്തെ സമീപിച്ചിട്ട് കാര്യം അവതരിപ്പിച്ചിട്ട് ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രയോഗം ചെയ്യിപ്പിച്ച് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തൊട്ടൊരു ജപിച്ച 10,000 മന്ത്രം ഈ ഒരു സമ്പാദത്തിൽ തൊട്ട് ജപിക്കുക. എന്നിട്ട് ജപിച്ച് കിട്ടിയ ഈ സമ്പാദം ഉണ്ടല്ലോ, ഈ നെയ്യ്, ഇത് ഭർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വിരക്തയായി നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെയേറെ പിണക്കത്തോടു കൂടി നിൽക്കുന്ന ഭർത്താവായിരുന്നാലും നെയ്യ് കഴിച്ചതിന് ശേഷം അവർക്ക് വല്ലാത്ത ഒരു അനുഭൂതി ഉണ്ടാവുകയും ഒരു അനുരാഗം ആ ഭാര്യയോടുകൂടി ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പരസ്പരം ഐക്യത്തോടു കൂടി ജീവിതാവസാനം വരെ കഴിയുകയും ചെയ്യുന്നു കേട്ടോ. ഇത്തരം മന്ത്രപ്രയോഗങ്ങളൊക്കെ നന്മയ്ക്ക് വേണ്ടി ഋഷീശ്വരന്മാർ നമുക്ക് കണ്ടെത്തി തന്നതാണ്. ദുരുപയോഗം ആരുത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കരുത്. വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഭാര്യ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഭാര്യ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ ഭർത്താവിന് ഭാര്യയ്ക്കും കൊടുക്കാം, ഇത് തെറ്റില്ല കേട്ടോ. ഇനി ഈ മന്ത്രപ്രയോഗം കൊണ്ട്, ഈ മന്ത്രം കൊണ്ട് നമുക്ക് ഏത് കാര്യത്തെയും സാധിപ്പിച്ചെടുക്കാൻ സാധിക്കും. അഭീഷ്ട കാര്യങ്ങൾ
സാധിപ്പിക്കാൻ പറ്റുന്ന ഒരു മന്ത്രം കൂടിയാണിത്. അപ്പോൾ അതങ്ങനെ സാധിപ്പിക്കുക, മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തിയ ഉപാസകൻ അല്ലെങ്കിൽ ഈ സാധകൻ കടുക്കയുടെ പൂവെടുക്കുക. കടുക്ക എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. കടുക്കയുടെ പൂവെടുത്തിട്ട് അത് നല്ല ശുദ്ധമായ പച്ചവെള്ളത്തിലിട്ട് അത് തൊട്ട് ജപിക്കണം. തൊട്ട് ജപിച്ചതിന് ശേഷം ഈ വെള്ളം, ആ ജപിച്ച് കിട്ടിയ വെള്ളം അവനവന് തന്നെ സ്വയം 100 പ്രാവശ്യം തളിക്കണം. മന്ത്രം ജപിച്ചുകൊണ്ട് തളിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ തുടർച്ചയായി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യം, അദ്ദേഹം എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത്, അത് 1 മാസത്തിനുള്ളിൽ നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയേറെ ശക്തിയുള്ള ഒരു മന്ത്രമാണ്. ഭഗവാൻ അത് നടത്തിത്തരും. ശ്രീകൃഷ്ണ ഭഗവാൻ അത് നടത്തിത്തരും. മന്ത്രത്തിൽ ഒന്നുകൂടി പറയാം. മന്ത്രം ഏതാണ്? ഓം ക്ലീം ഋഷികേശായ നമഃ. അപ്പോൾ ഈ ഒരു മന്ത്രത്തിൻ്റെ ചെറിയ പ്രയോഗങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനിയും പ്രയോഗങ്ങളുണ്ട്, ധാരാളമുണ്ട്. എനിക്കറിയാവുന്നുള്ള ചെറിയ അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഇമെയിൽ ചെയ്ത് ഞങ്ങൾക്ക് അറിയിക്കാവുന്നതുമാണ്. മറ്റൊരു മന്ത്രപരിചയവും അല്ലെങ്കിൽ മറ്റൊരു അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.